ആദ്യമായി പറയാൻ പറ്റില്ല, ചരിത്രത്തിൽ രണ്ടാമതായിട്ട് ഒരു ഡേറ്റിംഗ് റൂമറായിട്ട് വന്നിരിക്കുകയാണ് യുങ്കി. അപ്പൊ BTS ജിൻ കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഡേറ്റിംഗ് റൂമേഴ്സ് നേരിട്ട വ്യക്തിയാണ് യുങ്കി. 2018 കേപോപ്പ് സിംഗർ ആയിട്ടുള്ള സുറാനുമായിട്ടായിരുന്നു യുങ്കിയുടെ ഫസ്റ്റ് ഡേറ്റിംഗ് റൂമർ. അന്ന് ഡേറ്റിംഗ് റൂമർ വരെയുള്ള മെയിൻ റീസൺ സുറാൻ ഇട്ട ഒരു പോസ്റ്റ് ആയിരുന്നു. അതായത് സുറാൻ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ യുങ്കി എന്ന ക്യാപ്ഷൻ, ലൈക്ക് യുങ്കി എന്ന് വെച്ചാൽ കൊറിയനിൽ ഷൈനി ഓർ ഗ്ലിറ്ററി തിങ്സ് ആണ്, അങ്ങനെ ഒരു ക്യാപ്ഷനിൽ മാക്രോൺസിന്റെ ഫോട്ടോ ഇട്ടു. ആ ഒരു പോസ്റ്റ് ആയിരുന്നു ആ ഒരു ഡേറ്റിംഗ് റൂമർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഇനി അത് മാത്രമല്ല, അതിന് മുന്നേ 2017 സുറാന്റെ ഫേമസ് ഹിറ്റ് ഡിജിറ്റൽ സിംഗിൾ ആയിട്ടുള്ള വൈൻ പ്രൊഡ്യൂസ് ചെയ്തത് യുങ്കി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു പ്രൊഫഷണൽ കണക്ഷൻ പിന്നെ ഫ്രണ്ട്ലി ഇന്ററാക്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫാൻസിന് ഈ ഒരു സംഭവം പെട്ടെന്ന് ഡേറ്റിംഗ് റൂമറിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷെ അന്ന് ഈ ഒരു ഡേറ്റിംഗ് റൂമറിന്റെ സ്പെക്കുലേഷൻസും അലിഗേഷൻസും ഒക്കെ വന്ന ടൈമിൽ തന്നെ രണ്ട് ഏജൻസീസും ഇത് സത്യമല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിരുന്നു. അങ്ങനെ അന്ന് ഒരു പൊന്തിയപ്പോ തന്നെ താന്നുപോയ ഡേറ്റിംഗ് റൂമറിന് ശേഷം യുങ്കിയുടെ പേരിൽ വേറെ ഡേറ്റിംഗ് റൂമറും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഒരു ഡേറ്റിംഗ് റൂമർ വന്നിരിക്കുകയാണ്. അതായത് 2018 ആ ഒരു ഫസ്റ്റ് ഡേറ്റിംഗ് റൂമർ കഴിഞ്ഞിട്ട് 8 വർഷത്തിന് ശേഷം 2026 ഇതാ രണ്ടാമത്തെ ഡേറ്റിംഗ് റൂമർ യുങ്കിന്റെ പേരിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പത്തെ യുങ്കിന്റെ ഒരു ഡേറ്റിംഗ് റൂമർ വന്നിട്ടുള്ളത് കൊറിയൻ ആക്ട്രസ് ആയിട്ടുള്ള ഗോവാറ ആയിട്ടാണ്. ഇനി ഇപ്പത്തെ ഒരു ഡേറ്റിംഗ് റൂമർ വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളുടെ ബേസിലാണ്. ലൈക്ക് ഇവർ രണ്ടാളും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ ഇട്ട പോസ്റ്റിന്റെ സിമിലാരിറ്റീസ് വെച്ചിട്ടാണ് ഇപ്പത്തെ ഒരു ഡേറ്റിംഗ് റൂമറിന്റെ സ്റ്റാർട്ടിങ്ങും. അതായത് യുങ്കിയും ഗോവാറയും ഇവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസിൽ അവർ വിസിറ്റ് ചെയ്ത പ്ലേസുകൾ തമ്മിലുള്ള സിമിലാരിറ്റീസ്, ആ ഒരു ടൈമിംഗ് തമ്മിലുള്ള സിമിലാരിറ്റീസ്, അവരിട്ട ടീഷർട്ടുകളിലെ സിമ്പിൾ തമ്മിലുള്ള സിമിലാരിറ്റീസ്, അങ്ങനെ കുറെ നമ്മളെ യൂഷ്വൽ ഒരു കേപോപ്പ് ഡേറ്റിംഗ് റൂമേഴ്സ് വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് ഈ ഒരു ഡേറ്റിംഗ് റൂമറും ഫാൻസ് സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ഡേറ്റിംഗ് റൂമറിനെ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് BTS വി ഹവാരങ്ങിൽ ആക്ട് ചെയ്തത് ഈ ഒരു ഗോവാറേന്റെ കൂടെയാണ് എന്നുള്ള ആ ഒരു സംഭവം കൂടെ. എന്തായാലും ഇങ്ങനെ ഒരു സ്പെക്കുലേഷൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്പെക്കുലേഷൻ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മുടെ യുങ്കി, ഗോവാറ അല്ലെങ്കിൽ അവരെ ഏജൻസീസ് ഒന്ന് കൺഫേം ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടോ ഒന്നും റിയാക്ട് ചെയ്തിട്ടോ അല്ല. ജസ്റ്റ് ഫാൻസിന്റെ കുറെ സ്പെക്കുലേഷൻസ് വെച്ചിട്ട് അവര് ഉണ്ടാക്കിയ ഒരു തിയറി ആവാനും മാത്രം ഇത് ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും ജസ്റ്റ് ഒരു സ്പെക്കുലേഷൻ ആണെങ്കിൽ പോലും ഈ ഒരു ഡേറ്റിംഗ് റൂമർ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ട് വൈറലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോവാറ അവരുടെ പോസ്റ്റുകൾ കമന്റ് സെക്ഷൻ ഒക്കെ ലിമിറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. ഇനി ഈ ഒരു ഡേറ്റിംഗ് റൂമറിന്റെ ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ യുങ്കിക്ക് അങ്ങനെ ഇതുവരെ വലിയ ഡേറ്റിംഗ് റൂമേഴ്സ് ഒന്നും വരാത്തതുകൊണ്ട് യുങ്കി മാഡമി ഭയങ്കര ഫേമസ് ആയതുകൊണ്ടും ഇങ്ങനെ ഒരു ഡേറ്റിംഗ് റൂമർ വന്നപ്പോ ഈ ഒരു ഡേറ്റിംഗ് റൂമറിനെ ഡേറ്റിംഗ് റൂമർ എന്നുള്ള ആ ഒരു തലത്തേക്ക് എടുത്തിട്ട് അതിനെ ഭയങ്കര സീരിയസ് ആക്കി എടുക്കാതെ അതിനെ ജസ്റ്റ് ഒരു ഫൺ സംഭവം ആക്കിയിട്ട് എടുത്തിട്ട് അതിനെ ആഘോഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് യുങ്കിന്റെ ഡേറ്റിംഗ് റൂമർ എന്നൊക്കെ പറയുമ്പോൾ എന്തോ കിട്ടാക്കന് കിട്ടിയ പോലെ ആർമീസിന്റെ ഇടയിൽ തന്നെ ഇതൊരു വൗ ഫാക്ടർ ആയിട്ട് മാറിയിട്ടുണ്ട്. എനിവേ ഈ ഒരു ഡേറ്റിംഗ് റൂമറിന്റെ കാര്യത്തിൽ അവരിനി റിയാക്ട് ചെയ്യോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ കണ്ടറിയാം. അപ്പോൾ ഈ ഒരു ഡേറ്റിംഗ് റൂമറിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണേ.